ജോലി എന്നുള്ളതാണ് വലിയ എന്തോ സംഭവം. ജോലിയാണ് ഈ സമൂഹത്തിൽ ഏറ്റവും വലിയ സ്റ്റാറ്റസ് ഉള്ള കാര്യം എന്ന് പറയുന്നത് ജോലി, അല്ലെ ജോലി ചെയ്യുന്നവരാണ് എന്നുള്ള ഒരു പൊട്ട ബുദ്ധിയായിരുന്നു എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ആ ജോലി മേഖലയിൽ നിന്ന് ബിസിനസ് ഫീൽഡിലേക്ക് വന്നതിന് ശേഷം ഉണ്ടായ വലിയൊരു തിരിച്ചറിവ്, ഒരിക്കലും ഒരു ബിസിനസ് മേഖലയിൽ എത്തിപ്പെടും എന്ന് കരുതിയ ആളല്ല ഞാന്. നേരത്തെ എല്ലാവരും പറയും പോലെ ഒരു പേനയോ മിഠായിയോ പോലും വിറ്റിട്ടുള്ള യാതൊരുവിധ പരിചയവും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എന്നാൽ ഇന്ന് ഞാൻ റീറ്റെയിലിങ്ങിൽ കൂടി എത്രയെത്രയോ പ്രൊഡക്റ്റുകൾ വിൽപ്പന ചെയ്യുന്നുണ്ട്. അപ്പം അത് ആ ഒരു ജോലിയിൽ നിന്ന് ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷം ഉണ്ടായ വലിയൊരു മാറ്റം തന്നെയാണെന്ന് വേണം പറയാൻ. നിലവില് ഒരു ലാബ് ടെക്നീഷ്യൻ ആയിരിക്കെയാണ് ഞാൻ ഈ ഒരു ബിസിനസ് അവസരത്തിലേക്ക് കടന്നു വരുന്നത്. തുടക്കത്തില് ഏതൊരാളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബിസിനസ്സിലേക്ക് എത്തിപ്പെടുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. ചിലര് ബിസിനസിന്റെ പ്ലാൻ മനസ്സിലാക്കിയിട്ട് എത്തുന്നവരുണ്ട്. ചില ആളുകളാണെങ്കിൽ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയിട്ട് എത്തുന്നവരുണ്ട്. ചിലര് ചില വ്യക്തികളോടുള്ള കമ്മിറ്റ്മെന്റിന്റെ പുറത്ത് ഈ ബിസിനസ്സിലേക്ക് വരുന്നവരുണ്ട്. പല കാരണങ്ങൾ കൊണ്ടാണ് പലരും ഈ ഒരു ബിസിനസ്സിലേക്ക് എത്തിപ്പെടുന്നത്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് എത്തുന്നത് തികച്ചും ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചു, അതിലൂടെ റിസൾട്ട് കിട്ടി, അങ്ങനെയാണ് ഈ ഒരു ബിസിനസ് അവസരത്തിലേക്ക് എത്തിപ്പെടുന്നത്. ആദ്യം തന്നെ എന്നെ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് എത്തിക്കാൻ കാരണക്കാരനായിട്ടുള്ള സുനിൽ സാറിന് ഞാൻ വലിയൊരു നന്ദി പറയുകയാണ്. കാരണം അദ്ദേഹമാണ് എന്നെ ഈ ഒരു ബിസിനസ് അവസരത്തിലേക്ക് എത്തിക്കുന്നത്. അദ്ദേഹം എത്തിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇന്ന് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടാവില്ലായിരുന്നു എന്ന് തന്നെ വേണം പറയാനായിട്ട്. ഞാന് 82-ല് ജയസ് ക്ലിനിക്കൽ ലാബ് എന്ന് പറയുന്ന ഒരു ലാബിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു അവസരം എന്റെ കയ്യിലേക്ക് എത്തിപ്പെടുന്നത്. ഞാന് കുറെ കാലങ്ങളായിട്ട് 3-4 വർഷത്തോളം മെഡിക്കൽ മേഖലയിൽ ജോലി ചെയ്തു. ഒരുപാട് കാലങ്ങളായിട്ടുള്ള ഒരു പ്രയാസമായിരുന്നു ഹീമോഗ്ലോബിന്റെ കുറവെന്ന് പറയുന്നത്. രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്ന ഒരു പ്രയാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറെ കാലങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. നമുക്കറിയാം ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ക്ഷീണം, മരവിപ്പ്, തളർച്ച, എല്ലാത്തിനോടും നമുക്കൊരു വിരക്തിയാണ് ഉണ്ടാവുക. ഈ ഒരു പ്രയാസം കുറെ കാലങ്ങളായിട്ട് അനുഭവിച്ചു. ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിക്കുകയും അതുപോലെ അയൺ ഗുളികകളൊക്കെ കഴിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സുരേന്ദ്രൻ സാറ് ചേളന്നൂരുള്ള ലാബിലേക്ക് എത്തുന്നത്. അദ്ദേഹം, നമുക്കറിയാം, നമ്മള് ഒരു അപരിചിതനായ ഒരു വ്യക്തി ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, കഴിച്ചു നോക്കൂ എന്നൊക്കെ പറയുന്ന സമയത്ത് പ്രത്യേകിച്ചും ഉള്ളിലേക്കുള്ള പ്രൊഡക്റ്റുകളൊക്കെ ആകുമ്പോൾ നമുക്ക് കഴിക്കാൻ വലിയൊരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ഞാനും ഒരു മടി കാണിച്ചിരുന്നു. എനിക്ക് എപ്പോഴും 10-ന്റെ താഴേക്കായിരുന്നു ഹീമോഗ്ലോബിന്റെ അളവ് ഉണ്ടാവുക. സാറ് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഫീലിംഗ് ലിക്വിഡ് സിറപ്പ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഇത് കഴിച്ചു നോക്കൂ, നല്ല പ്രൊഡക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു. ആ സമയത്തൊക്കെ കഴിക്കാൻ ചെറിയൊരു മടി കാണിച്ചെങ്കിലും പിന്നീട് ഞാൻ അത് വാങ്ങി കഴിക്കാൻ താല്പര്യം കാണിച്ചു. അങ്ങനെ ഒരു ബോട്ടിലാണ് ഞാൻ ആദ്യം വാങ്ങിയത്. ആ ഒരു ബോട്ടിൽ വാങ്ങി കഴിച്ച് ഏകദേശം ഒരാഴ്ചയുടെ ഉള്ളിൽ തന്നെ നല്ല രീതിയിലുള്ള റിസൾട്ട് എനിക്ക് കിട്ടി എന്ന് വേണം പറയാനായിട്ട്. ഒരു ബോട്ടിൽ കഴിച്ച് ലാബിൽ നിന്ന് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു 10-ലേക്കും 11-ലേക്കും ഒക്കെ ആ ഒരു ഹീമോഗ്ലോബിന്റെ അളവ് എത്തിയിട്ടുണ്ടായിരുന്നു. ഒരാഴ്ചേനുള്ളിൽ തന്നെ നല്ല രീതിയിലുള്ള റിസൾട്ട് ബോഡിയിലേക്ക് കിട്ടി. പിന്നീട് ഏകദേശം ഒരു 3 മാസത്തോളം ഞാൻ 2 ബോട്ടിലോട് സാറിനോട് എക്സ്ട്രാ വാങ്ങി ഒരു 3 മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഫീലിംഗ് ലിക്വിഡ് സിറപ്പ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് കഴിച്ചു. ആ പ്രോഡക്റ്റ് കഴിച്ച് 3 മാസം കഴിഞ്ഞതിന് ശേഷം ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഹീമോഗ്ലോബിന്റെ അളവ് നോർമലിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് വേണം പറയാനായിട്ട്. അങ്ങനെ ഏകദേശം ഒരു 8-6 മാസത്തോളം ഞാൻ ഈ ഫീലിംഗ് ലിക്വിഡ് സിറപ്പ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചിട്ടുണ്ട്. അത് കഴിച്ചതിന്റെ ഫലമായിട്ടാണ് പിന്നീട് എനിക്ക് രക്തക്കുറവിന്റെ പ്രശ്നങ്ങൾ കുറെ കാലങ്ങളായിട്ട് വലിയ രീതിയിലൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. അങ്ങനെ കിട്ടിയ വലിയൊരു റിസൾട്ട്, എന്റെ ജീവിതത്തിൽ കിട്ടിയ ആ ഒരു വലിയ റിസൾട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ്സിലേക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്കും ഒക്കെ എത്തിപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് ഒക്കെ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയതിന് ശേഷം ആദ്യമേ സാറ് പിന്നീട് എന്നെ എത്തിക്കുന്നത് GTS സെന്ററിലേക്കാണ്. ഒരു GTS പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത് പിന്നീട് 35,000 രൂപയുടെ പേഴ്സണൽ പർച്ചേസ് ചെയ്ത് നമ്മുടെ ഫസ്റ്റ് റാങ്ക് ആയിട്ടുള്ള ബ്രോൺസ് റാങ്ക് അച്ചീവ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ബിസിനസിന്റെ ഫസ്റ്റ് പടി ചവിട്ടുന്നത് എന്ന് വേണം പറയാനായിട്ട്. അങ്ങനെ പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്തു. ആ അറ്റൻഡ് ചെയ്തതിലൂടെ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നു. പിന്നീട് ഒരുപാട് GTSകളിലും ഒക്കെ പങ്കെടുക്കാനും ഒക്കെ ഓരോ ലീഡേഴ്സിന്റെ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ കേൾക്കാനും ഒക്കെ
കാരണമായി എന്ന് വേണം പറയാനായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബിസിനസ്സിൽ ഒരുപാട് ഇൻകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതില് എന്നെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ എന്നെ ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത ഒരു ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഇൻകം, റീറ്റെയിൽ ഇൻകം. ആ റീറ്റെയിൽ ഇൻകം ആണ് എന്നെ ശരിക്കും ഒരു എന്താ പറയാ ഇതിലേക്ക് കൂടുതൽ അടുക്കാൻ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്ന് വേണമെങ്കിൽ പറയാം. GTSകളൊക്കെ അറ്റൻഡ് ചെയ്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് പിന്നീട് ഇത് ചെയ്യണം എന്നുള്ള ഒരു ടെൻഡൻസിയിലേക്ക് വന്നത് ഈ റീറ്റെയിൽ ഇൻകം കേട്ടതിന് ശേഷമാണ്. ഈ റീറ്റെയിൽ ഇൻകം മാന്യമായ ഉൽപ്പന്നങ്ങള്, ആ മാന്യമായ ഉൽപ്പന്നങ്ങൾ നമ്മൾ വിൽക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ, ആളുകൾക്ക് എത്തിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് നമുക്ക് അതിലൂടെ ഉണ്ടാക്കിയെടുക്കാമെന്ന് മനസ്സിലായി. അങ്ങനെ അത് മനസ്സിലായതോട് കൂടിയിട്ട് എന്തുകൊണ്ട് ഈ ഉൽപ്പന്നങ്ങൾ റീറ്റെയിൽ ചെയ്തുകൂടാ എന്നുള്ളൊരു ചിന്ത വന്നു. അങ്ങനെ തുടക്ക സമയത്ത് ഞാൻ റീറ്റെയിലിങ്ങിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് ഇറങ്ങുന്നത്. ബ്രോൺസ് റാങ്ക് ഒക്കെ ആയിരിക്കുന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ റീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. ഫീൽഡിൽ പോയിട്ട് ഈ പ്രോഡക്റ്റുകൾ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ തുടക്കത്തില് ഓരോരോ ഉൽപ്പന്നങ്ങളായിട്ട് ഓരോ ആളുകൾക്ക് കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് അതിൽ നിന്ന് കിട്ടാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് തന്നെ റീറ്റെയിലിംഗ് ചെയ്യുന്നത് വളരെ നല്ലതാണെന്നുള്ള ഒരു തിരിച്ചറിവിലൂടെ തുടർച്ചയായിട്ട് റീറ്റെയിലിംഗ് ഫോക്കസ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ റീറ്റെയിലിംഗ് ചെയ്യാൻ തുടങ്ങി. നമുക്കറിയാം ഏതൊരു തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമ്മളെല്ലാ ലീഡേഴ്സും പറയാറുണ്ട് റീറ്റെയിലിംഗിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ റീറ്റെയിലിംഗ് ചെയ്യാൻ പലർക്കും മടിയാണ് സത്യത്തിൽ. റീറ്റെയിലിംഗ് എന്ന് പറയുമ്പോൾ ചില ആളുകൾക്കൊക്കെ വളരെയധികം പേടിയാണ്. ഈ സാധനങ്ങള് കൊണ്ട് നടക്കണ്ടേ, വീട് വീടാന്തരം കൊണ്ട് നടക്കണ്ടേ, വീടുകളിലൊക്കെ പോയിട്ട് അവരെ മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കണ്ടേ, അവരോട് ഇതിനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കണ്ടേ, ഇങ്ങനെയുള്ള ഒരുപാട് ടെൻഷൻ കാര്യങ്ങളൊക്കെ പല ആളുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ കുറെ ആളുകളൊക്കെ റീറ്റെയിലിംഗ് ചെയ്യാനായിട്ട് ഭയങ്കര മടിയാണ്. പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയില്ല, ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് റീറ്റെയിലിംഗ് ചെയ്യാൻ. അപ്പം ഈ റീറ്റെയിലിംഗ് ആദ്യം പ്രൊഡക്റ്റ് ഒക്കെ കൊടുത്തു, നല്ല ലാഭം കിട്ടിയപ്പോൾ തോന്നി നല്ല പരിപാടിയാണല്ലോ, നല്ല രീതിയിൽ റീറ്റെയിലിംഗ് ചെയ്താൽ നല്ല വരുമാനം നേടിയെടുക്കാലോ എന്ന് കരുതി. അങ്ങനെ നല്ല രീതിയിൽ റീറ്റെയിലിംഗ് ചെയ്യാനും കുറെ ആളുകളെ കാണാനും തുടങ്ങി. അവർക്കൊക്കെ ഈ ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ നിരന്തരമായ റീറ്റെയിലിംഗിൽ കൂടിയാണ് സത്യത്തിൽ എനിക്ക് ആളുകളോട് സംസാരിക്കാനുള്ള ഒരു പേടി ഇല്ലാതായത് എന്ന് വേണം പറയാനായിട്ട്. നമ്മൾ റീറ്റെയിലിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. അതിൽ നെഗറ്റീവുകളെ നമ്മൾ ഒഴിവാക്കിയിട്ട് അതിന്റെ പോസിറ്റീവുകളെ മാത്രം സ്വീകരിച്ചു കഴിഞ്ഞാൽ റീറ്റെയിലിംഗ് എന്ന് പറയുന്നത് വളരെ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം നമ്മൾ അറിയാത്ത പല ആളുകളടുത്തേക്കും ചിലപ്പോൾ നമ്മൾ പോകും. ആ പോകുന്ന സമയത്ത് പല ആളുകളെയാണ്, പല മുഖങ്ങളെയാണ് നമ്മൾ കാണുന്നത്. ആ പല ആളുകളെയും പല മുഖങ്ങളെയും കാണുന്ന സമയത്ത് അവരിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ, അതുപോലെ അവരെയൊക്കെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമ്മൾ കാണുന്ന സമയത്ത് അവരോട് എങ്ങനെ സംസാരിക്കണം. ഇപ്പൊ ഒരു വീട്ടിലുള്ള ആളെ സ്വഭാവമായിരിക്കില്ല അടുത്ത വീട്ടിൽ ചെല്ലുമ്പോൾ ഉണ്ടാവുക. ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ അവർ നല്ല രീതിയിലായിരിക്കും നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ അടുത്ത വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല. എന്നാല് ഈ ആളുകളെയൊക്കെ, വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള ഈ ആളുകളെയൊക്കെ കാണുന്ന സമയത്ത് ഇവരോട് എങ്ങനെയാ സംസാരിക്കേണ്ടത് എന്നുള്ളത് ശരിക്കും പഠിക്കാൻ പറ്റുന്നത് ശരിക്കും തുടക്കത്തിൽ റീറ്റെയിലിംഗ് ചെയ്യുന്നതിലൂടെ തന്നെയാണ്. ഇങ്ങനെ ഒരാളെ എടുത്ത് പോയിട്ട് നമ്മുടെ ഓരോ ഉൽപ്പന്നങ്ങളും കാണിച്ച് അവർക്കിത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് അത് വേറെ ഉണ്ട്. കാരണം അറിയാത്ത പല ആളുകളെടുത്തും പോയിട്ട് അവരെ ഒരു നേരിട്ട് സംസാരിച്ച് അവർക്ക് ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുത്ത് അതിനുശേഷം അവരുമായിട്ട് നമ്മളൊരു ബോണ്ടിങ് ഉണ്ടാക്കിയെടുക്കുകയാണ്. എന്തൊക്കെയാണ് നമ്മളിപ്പം അവർക്ക് തോന്നാൻ പാടില്ല നമ്മൾ വെറും വിൽപ്പനയ്ക്ക് വേണ്ടി മാത്രം വന്നവരാണ് എന്നുള്ളത്. നമ്മളിപ്പോ സ്വാഭാവികമായ ഒരു ആളെ കണ്ടാല് എന്തൊക്കെയാണ് വിശേഷം, ചായ കുടിച്ചോ, ചോറ് തിന്നോ, ഇതൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ഒരു വ്യക്തികളോട് സുഖവിവരം അന്വേഷിക്കും പോലെ ചോദിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞ് പിന്നീട് നമ്മൾ ജസ്റ്റ് അവരുമായിട്ടൊന്ന് അടുത്ത് അങ്ങനെ ആ രീതിയിൽ സംസാരിക്കുമ്പോൾ അവർക്ക് നമ്മളെ അടുത്ത് ഒരു എന്താ പറയാ ഒരു ഇംപ്രഷൻ വരും. അങ്ങനെ ആ ഒരു ഇംപ്രഷന്റെ പുറത്താണ് ശരിക്കും എന്നോട് കൂടുതലും റീറ്റെയിലിംഗ് ചെയ്യുന്ന സമയത്ത് ആളുകൾ പ്രൊഡക്റ്റ് വാങ്ങാറുള്ളത് എന്ന് വേണം പറയാൻ.
അപ്പം ശരിക്കും നമ്മുടെ പ്രൊഡക്റ്റ് ഫസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ശരിക്കും രണ്ടാമതും ഒരു വ്യക്തി, സാറ് പറയും പോലെ തന്നെ ഏതൊരു വ്യക്തിയും തുടക്കത്തിൽ ചിലപ്പോൾ നമ്മളോട് നമ്മുടെ മുഖം കണ്ടിട്ടായിരിക്കും ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നത്. എന്നാൽ രണ്ടാമതും ഒരു വ്യക്തി നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മഹത്വം കൊണ്ടല്ല, ആ പ്രൊഡക്റ്റിന്റെ മഹത്വം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ റീറ്റെയിലിംഗ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഓരോ വ്യക്തികൾ എടുത്ത് ചെല്ലുമ്പോഴും ഉണ്ടാവുന്നത് വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ്. ഈ വ്യക്തികളോടൊക്കെ എങ്ങനെ സംസാരിക്കണം, അല്ലെങ്കിൽ ഇവരെ മുഖത്ത് നോക്കി കണ്ണിലേക്ക് നോക്കി കോൺഫിഡൻസോട് കൂടിയിട്ട് സംസാരിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കി തന്നത് ശരിക്കും റീറ്റെയിലിംഗ് ആണ്. ആ റീറ്റെയിലിംഗിൽ കൂടിയാണ് വ്യത്യസ്തരായ മനുഷ്യരെ കാണാനും ആ വ്യത്യസ്തരായ മനുഷ്യരുടെ പ്രയാസങ്ങളെ കുറിച്ച് പഠിക്കാനും അവരോട് എങ്ങനെ ഇടപഴകണം എന്ന് പഠിക്കാനും ഒക്കെ സാധിച്ചിട്ടുള്ളത് റീറ്റെയിലിംഗ് ചെയ്തതിലൂടെ തന്നെയാണ്. ഞാനിപ്പോ നിങ്ങളോട് പറയുന്നത് ഞാൻ തുടക്ക സമയത്ത് റീറ്റെയിലിംഗിൽ ഫോക്കസ് ചെയ്ത കാര്യങ്ങളും അതോടൊപ്പം റീറ്റെയിലിംഗ് ചെയ്യാൻ മടിക്കരുത് എന്നുള്ളതുമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആ റീറ്റെയിലിംഗിൽ കൂടി നമുക്ക് വലിയൊരു വളർച്ച വരാനുണ്ട്. ആ റീറ്റെയിലിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മളെ ജീവിതത്തിൽ ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കുക എന്നതിലുപരിയായിട്ട് നമുക്ക് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞ ഒരു സാധനം, ഒരാളെ നമ്മുടെ തല താത്തി ഇങ്ങനെ നടക്കാതെ നമ്മളെ തല ഉയർത്തി ഇങ്ങനെ സ്റ്റേൺ ആയിട്ട് ഒരാളെ മുഖത്തേക്ക് നോക്കി അല്ലെങ്കിൽ അവരുടെ കണ്ണിലേക്ക് നോക്കി നമുക്ക് നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് സംസാരിക്കാനായിട്ട് നമ്മുടെ ഒരു ബോഡി ലാംഗ്വേജിലായാലും നമ്മുടെ ആറ്റിറ്റ്യൂഡിലായാലും ആളുകൾ അതൊക്കെ വിലയിരുത്തും. അങ്ങനെ നമുക്ക് ഒരാളോട് മുഖത്തേക്ക് നോക്കിയിട്ട് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്നത്, അല്ലെ എനിക്ക് കിട്ടിയത് സത്യം പറഞ്ഞാൽ റീറ്റെയിലിംഗ് ചെയ്തതിലൂടെയാണ്. അതുകൊണ്ട് തന്നെ റീറ്റെയിലിംഗ് നമ്മൾ ഒരിക്കലും തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മടിക്കാതെ നമ്മൾ റീറ്റെയിലിംഗ് ചെയ്യണം. ആ സമയത്താണ് ശരിക്കും നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളെയൊക്കെ നമുക്ക് കാണാനും കണ്ടെത്താനും ഒക്കെ സാധിക്കുന്നത് ഈ റീറ്റെയിലിംഗിൽ കൂടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ റീറ്റെയിലിംഗിന് എല്ലാവരും നല്ല പ്രാധാന്യം കൊടുക്കണം. ഞാൻ തുടക്കത്തിൽ നല്ല പ്രാധാന്യം കൊടുത്തു. ആ റീറ്റെയിൽ ഇൻകം നല്ല രീതിയിൽ വാങ്ങിയെടുക്കാനായിട്ട് എനിക്ക് ഇപ്പോഴും സാധിക്കുന്നുണ്ട്. ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ ഞാൻ റീറ്റെയിലിംഗ് ചെയ്യുന്നുണ്ട്. കാരണം എല്ലാ ദിവസവും ഫീൽഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് റീറ്റെയിലിംഗിൽ കൂടി റിക്രൂട്ട്മെന്റ് എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. നല്ല രീതിയിൽ റീറ്റെയിലിംഗ് ചെയ്യണം, അതോടൊപ്പം തന്നെ റിക്രൂട്ട്മെന്റും കൊണ്ടുവരണം. ഒരു ദിവസം പോലും മടിക്കാതെ നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങുന്നുണ്ട്. നമുക്ക് റീറ്റെയിലിംഗ് ചെയ്യുന്നതിന് യാതൊരു വിധത്തിലുള്ള മടിയുമില്ല. കാരണം തുടക്ക സമയത്തൊക്കെ അറിയാത്ത പല സ്ഥലങ്ങളിലേക്കും റീറ്റെയിലിംഗ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. കാരണം കുന്നും മലയും കാടും ഒക്കെ കയറിയിട്ട് ഒരു മടിയും കൂടാതെ ആ റീറ്റെയിലിംഗ് ചെയ്യാൻ, മഴയായാലും വെയിലായാലും ഒരു മടിയും ഇല്ലാതെ ആ റീറ്റെയിലിംഗ് ചെയ്യാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കാരണം നമുക്ക് എന്താണ്, പണത്തിന് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ബിസിനസ്സിൽ വളർച്ച ആവശ്യമുണ്ട്, നല്ല രീതിയിൽ വളർന്നു വരണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതിനൊക്കെ എന്നെ സഹായിച്ച വലിയൊരു ഘടകമാണ് റീറ്റെയിലിംഗ് എന്ന് വേണം പറയാനായിട്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഉപയോഗിച്ച പ്രോഡക്റ്റുകളെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷം ഞാൻ ഉപയോഗിച്ച കുറച്ച് പ്രോഡക്റ്റുകളുണ്ട്. ഞാൻ തുടക്കത്തിൽ ആദ്യം ഉപയോഗിച്ച പ്രൊഡക്റ്റ് ശരിക്കും എന്നെ കൊണ്ടുവന്ന, ഞാൻ എല്ലാ പ്രോഗ്രാമുകളിലും സൂമുകളിലും ഒക്കെ പറയുന്ന എന്നെ കൊണ്ടുവന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഫീലിംഗ് ലിക്വിഡ് സിറപ്പ് എന്ന പ്രൊഡക്റ്റ് ആണ്. ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഓപ്പർച്യൂണിറ്റിയിലേക്ക് വരുന്നത്. രണ്ടാമതായിട്ട് ഞാൻ യൂസ് ചെയ്ത മറ്റൊരു പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേറൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയുടെ മാസ്റ്റർ പീസ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള 95 എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആണ്. ഈ പ്രൊഡക്റ്റ് ഞാൻ ഇന്നലെയും കൂടി 95ന്റെ ഇന്നലെ പ്രൊഡക്റ്റ് റിസൾട്ട് ആയതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയ റിസൾട്ട് ഇന്നലെ ഞാൻ വന്ന് പറഞ്ഞിട്ടുണ്ട്. 95 എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് എനിക്ക് നൽകുന്ന ഒരു എനർജി അത് വളരെ വലുത് തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. കാരണം രക്തക്കുറവിന്റെ ഇഷ്യൂവിന്റെ ഒപ്പം തന്നെ എനിക്ക് BP ലോ ആവുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എപ്പോഴും ഹീമോഗ്ലോബിന്റെ അളവ് കുറവുള്ള ആളുകൾക്ക് എപ്പോഴും ബ്ലഡ് പ്രഷറിന്റെ അളവും കുറവായിരിക്കും. പിന്നെ എനിക്ക് തൈറോയ്ഡ് സംബന്ധമായിട്ടുള്ള ചെറിയൊരു പ്രശ്നം കൂടി ഉണ്ട്. ഇതെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും എന്താ പറയുക, ശരീരത്തിന് ശാരീരികമായിട്ടുള്ള ഒരു തളർച്ച, ക്ഷീണം, എപ്പോഴും ഒരു മരവിപ്പ്, ഞരമ്പ് രാത്രിയാകുന്ന സമയത്ത് കാല് ഞരമ്പ് കടച്ചില്, തരിപ്പ്, മസിൽ കയറ്റം തുടങ്ങിയിട്ടുള്ള പ്രയാസങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിന് ഞാൻ 95 എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്തത്. ഇപ്പോഴും നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കഴിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ 95 എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ഞാൻ 95 യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ശരിക്കും എനിക്ക് BP എന്താ പറയാ ഒരു നോർമലിലേക്ക്,
വരാനായിട്ട് തുടങ്ങിയത്. 160 ഒക്കെ ആയിരിക്കും BP ലെവൽ എന്ന് പറയുന്നത് എപ്പോഴും. നമുക്കറിയാം 120/80 mm Hg ആണ് നമ്മളെ ഒരു നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. അതിലേക്ക് ഒരിക്കലും എത്താറില്ല. എപ്പോഴും 180 ആ ലെവലിലാണ് BP ഉണ്ടാവാറുള്ളത്. ഇപ്പം അതിന്ന് ബെറ്റർ ആയിട്ട് 110, 90 ആ രീതിയിലേക്കൊക്കെ വരാനായിട്ട് 95ന്റെ യൂസ് കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ ഈ പറഞ്ഞ പ്രയാസങ്ങൾ, ഞരമ്പ് സംബന്ധമായ പ്രയാസങ്ങൾ, കൈക്ക് വേദന, കടച്ചില്, മരവിപ്പ്, എപ്പോഴും ഒരുപാട് ടൈം എന്തെങ്കിലും ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൈ പെട്ടെന്ന് തളർന്നു പോകും പോലുള്ള ഒരു ഫീലിംഗ്, കാല് തളർന്നു പോകും പോലുള്ള ഒരു ഫീലിംഗ് ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ 95 എന്ന പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഡെയിലി രാവിലെ എനിക്ക് ഈ ഒരു 95 എന്ന് പറയുന്ന പ്രൊഡക്റ്റ് കഴിക്കുമ്പോൾ നല്ലൊരു എനർജി, ശരീരത്തിലേക്ക് എന്തോ ഒരു കറന്റ് പാസ് ചെയ്യും പോലത്തെ ഒരു ഫീലിംഗ് ആണ്. കാരണം അത് ബോഡിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ശരിക്കും ബ്രെയിൻ നല്ല ഒരു എന്താ പറയുക ഫ്രഷ്നെസ് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ഫീൽഡിൽ പ്രവർത്തിക്കാനുള്ള ഒരു ഊർജം കിട്ടുന്നുണ്ട്. ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ കുറച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ നിർത്തി കഴിഞ്ഞ സമയത്ത് എനിക്കിത് കിട്ടാതെ, ശരീരത്തിലേക്ക് എത്താതിരുന്നപ്പോൾ ശരീരം വീണ്ടും പഴയ പ്രയാസങ്ങൾ കാണിച്ചു തുടങ്ങി. അപ്പൊ പിന്നീട് വീണ്ടും ഇപ്പൊ 95 കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം ആ ഒരു എനർജി വീണ്ടും കിട്ടുന്നത് പോലുള്ള ഒരു ഫീലിംഗ് ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ 95 ഇല്ലാതെ ഇരിക്കുമ്പോൾ എന്റെ ശരീരത്തിന് ഭയങ്കരമായ അസ്വസ്ഥതകൾ ഇപ്പൊ ഉണ്ട്. 95 ഇപ്പൊ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് ശരിക്കും. അതുപോലെ ഞാൻ ഉപയോഗിച്ച മറ്റൊരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കവചപ്രാശം എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. കൂടാതെ ന്യൂട്രിലൈഫ് എന്റെ മോക്കാണ് ഞാൻ കൊടുത്തത്. 5 വയസ്സുള്ള മോളാണ്. മോക്കാണ് ഞാൻ കൊടുത്തത്. ഭക്ഷണമൊക്കെ കഴിക്കാനും ഒക്കെ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലായിരുന്നു. അതുപോലെ മെലിഞ്ഞ് മെലിഞ്ഞിട്ടാണ്, ക്ഷീണിച്ചിട്ടാണ് എപ്പോഴും ഉണ്ടാവുക. അങ്ങനെ ഒരു ബോട്ടിലോളം ന്യൂട്രിലൈഫ് അവൾക്ക് തന്നെ കൊടുത്തു. പിന്നീട് നല്ല വിശപ്പൊക്കെ ഉണ്ടാവുകയും നല്ലതായിട്ട് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അത് ന്യൂട്രിലൈഫ് കൊണ്ട് കിട്ടിയിട്ടുള്ള ഒരു റിസൾട്ടാണ്. അതുപോലെ തന്നെ ന്യൂട്രിലൈഫ് ഞാൻ വേറൊരാൾക്ക് കൊടുത്തിട്ട് നമുക്കറിയാം ലേഡീസിന്റെ വൈറ്റ് ഡിസ്ചാർജ് പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ല റിസൾട്ട് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളെ ന്യൂട്രിലൈഫ്. അപ്പൊ ഞാൻ അത് കൊടുത്തിട്ട് അവർക്ക് നല്ല രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അതുപോലെ ഞാൻ യൂസ് ചെയ്ത മറ്റൊരു പ്രൊഡക്റ്റ് നമ്മുടെ മൾട്ടി ആക്ഷൻ ഫെയർനെസ് ക്രീമും 3-in-1 ഫേസ് വാഷും. ഇപ്പൊ സ്ഥിരമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് അത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റേത് ഒരു ഓയിലി ടൈപ്പ് സ്കിന്നാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മോക്കുരു കാര്യങ്ങളൊക്കെ വരുന്ന ചർമ്മമാണ്. അപ്പൊ സ്ഥിരമായിട്ട് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം മോക്കുരു വരുന്നതൊക്കെ എത്രയോ കുറഞ്ഞു. അതുപോലെ മുഖത്തെ കലകള്, പാടുകള് ഇതൊക്കെ ഇപ്പോഴും ക്രീം യൂസ് ചെയ്യുന്നത് കൊണ്ട് നല്ല രീതിയിൽ മാറുന്നുണ്ട്. അതുപോലെ ഞാൻ വേറൊരാൾക്ക് കൊടുത്തിട്ട്, നല്ല മോക്കുരുള്ള ചർമ്മമുള്ള ഒരാൾക്ക് കൊടുത്തിട്ട്, ഒരു മോന് കൊടുത്തിട്ട് അവർക്കും നല്ല രീതിയിലുള്ള മാറ്റം ആ ഒരു പ്രൊഡക്റ്റിലൂടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ നെയിം സോപ്പ്, വൂണ്ട് ഹീൽ ക്രീം, ഇതാണ് മറ്റൊരു കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത്. എന്റെ മോള് അംഗനവാടി പഠിക്കുന്ന ടൈമിൽ അവൾക്ക് ചെറിയ വണ്ടി ഇടിച്ച് ചെറിയൊരു ആക്സിഡന്റ് പറ്റിയ സമയത്ത് കൈ കംപ്ലീറ്റ് തോല് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ തോല് പോയ സമയത്ത് പെട്ടെന്ന് ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ച് ഡോക്ടർ ബെറ്റാഡിയന്റെ ഓയിൽമെന്റ് ആണ് എഴുതി തന്നത്. ആ ഓയിൽമെന്റ് പുരട്ടിയിട്ട് യാതൊരു മാറ്റം ഉണ്ടായില്ല. അന്ന് നമ്മുടെ വൂണ്ട് ഹീൽ ക്രീം ഉപയോഗിച്ച് ഏകദേശം ഒരാഴ്ചനെ കൊണ്ട് തന്നെ കംപ്ലീറ്റ് പാടും ഉണങ്ങി നല്ല രീതിയിൽ ഒരു പാട് പോലും ഇല്ലാത്ത കണ്ടീഷനിലേക്ക് ആ മുറിവ് ഉണങ്ങി എന്ന് വേണം പറയാന്. അത് മറ്റൊരു റിസൾട്ടാണ്. അതുപോലെ തന്നെ നമ്മളെ നെയിം സോപ്പും നല്ല രീതിയിലുള്ള മോക്കുരു പോലത്തെ പ്രശ്നങ്ങൾ, ചൊറിച്ചില്, മൂക്ക് അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവളെ സ്ഥിരമായിട്ട് ഞാൻ കുളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് നെയിം സോപ്പാണ്. ആ സോപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അലർജി സംബന്ധമായ ചൊറിച്ചില് കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിയിലുള്ള മാറ്റമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രൊഡക്റ്റ് ആണ് ബംഗാരാജ് ഹെയർ ഓയിൽ. എനിക്ക് നല്ല മുടി കൊഴിച്ചില് ഉണ്ടായിരുന്നു. ആ മുടി കൊഴിച്ചില് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ബൃങ്കാരാജ് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ തുടങ്ങി. ആ ബൃങ്കാരാജ് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ബൃങ്ക ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം മുടി കൊഴിച്ചില് കാര്യങ്ങൾക്കൊക്കെ തന്നെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായി എന്ന് വേണം പറയാന്. ഇത്രയും റിസൾട്ടുകളാണ് എനിക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ ഞാൻ വന്നതിന് ശേഷം ഞാൻ ഉപയോഗിച്ച പ്രോഡക്റ്റുകളിലൂടെയൊക്കെ തന്നെ എനിക്ക് കിട്ടിയ റിസൾട്ടുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് FSSകൾ, ട്രെയിനിങ്ങുകൾ, GTS പ്രോഗ്രാമുകൾ, ഇതിന്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പറയാനുള്ളത്. കാരണം GTSകളെ കുറിച്ച് പറയുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷം സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന 2 GTS സെന്ററുകളാണ്. ഒന്ന് താമരശ്ശേരി വാവാട് ഉസ്താദ് മെമ്മോറിയൽ ഹാളും അതുപോലെ നമ്മുടെ കമ്പനി GTS ആയിട്ടുള്ള കോഴിക്കോട് നളന്തയും. ഈ 2 GTSകളും കഴിയുന്ന ദിവസങ്ങളിലും
കഴിയുന്ന എല്ലാ ദിവസങ്ങളിലും പങ്കെടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. കഴിയുന്നതും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് മാത്രമേ ഒഴിവാക്കാറുള്ളൂ. ഈ GT സെന്ററുകളിലൊക്കെ പോകാനായിട്ട് ശ്രമിക്കലുണ്ട്. അതുപോലെ കഴിയുന്ന ട്രെയിനിങ്ങുകളെല്ലാം തന്നെ ഞാൻ പങ്കെടുക്കാൻ ശ്രമിക്കാറുണ്ട്. FSSകള്, RTPകള് ഇതിലൊക്കെ തന്നെ കഴിഞ്ഞ RTPയിൽ എനിക്ക് പങ്കെടുക്കാനായിട്ട് സാധിച്ചില്ല. പേഴ്സണലായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് പങ്കെടുക്കാൻ സാധിക്കാതിരുന്നത്. എങ്കിൽ കൂടിയും കഴിയുന്ന പ്രോഗ്രാമുകളിലും ട്രെയിനിങ്ങുകളിലും ഒക്കെ തന്നെ പങ്കെടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. ഈ ട്രെയിനിങ്ങുകളിലും പ്രോഗ്രാമുകളിൽ കൂടിയും എനിക്ക് കിട്ടിയ കാര്യങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും GT സെന്ററുകളിൽ നമ്മൾ ഏതൊരു വ്യക്തികളായാലും ഇപ്പം എല്ലാ ദിവസവും നമുക്ക് ചിലപ്പോൾ ഗസ്റ്റുകൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. എങ്കിൽ കൂടി നമുക്ക് കഴിയുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഗസ്റ്റുകളെ പങ്കെടുപ്പിക്കാനായിട്ട് ശ്രമിക്കുക. എന്നാലും ഗസ്റ്റ് ഇല്ലല്ലോ, ആരും ഇല്ലല്ലോ, ഞാൻ എന്നാലും ഇന്ന് ഇവിടെ GTSന് പോകുന്നില്ല എന്ന് മടിച്ച് മാറി നിൽക്കാതെ നമ്മൾ കഴിയുന്നതും നമ്മുടെ അടുത്തുള്ള എല്ലാം നമുക്ക് പോകാൻ പറ്റുന്നതാണെങ്കിൽ ആ GT സെന്ററുകളിലൊക്കെ തന്നെ നമ്മൾ പോവുക, ആ പ്രോഗ്രാമുകളിലൊക്കെ തന്നെ നമ്മൾ പങ്കെടുക്കുക. കാരണം ഈ പ്രോഗ്രാമുകളും ട്രെയിനിങ്ങുകളുമാണ് ശരിക്കും നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ മുന്നോട്ട് പോകാൻ കരുത്തേകുന്നതും എനർജി നൽകുന്നതുമായിട്ടുള്ള ഒരു ഘടകം. ട്രെയിനിങ്ങുകളും പ്രോഗ്രാമുകളും ഇല്ലാതെ നമുക്ക് ഈ ബിസിനസ്സിൽ ഒരിക്കലും വിജയിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ വിജയിക്കുന്നവരായിരുന്നെങ്കിൽ ശരിക്കും ഇതിൽ ട്രെയിനിങ്ങുകളും പ്രോഗ്രാമുകളും ഇത്തരത്തിലുള്ള കമ്പനി മീറ്റിങ്ങുകളും ഒന്നും വെക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു. അപ്പം ശരിക്കും നമ്മൾ സമ്പത്ത് എന്നതിലുപരി സാമ്പത്തികം മാത്രം പ്രതീക്ഷിക്കുകയാണ് നമ്മൾ വെറും റീറ്റെയിലിംഗ് മാത്രമായിട്ട് ചെയ്ത് നടക്കുക, അല്ലെങ്കിൽ കുറച്ച് റിക്രൂട്ട്മെന്റ് കൊണ്ടുവരിക, അവരെ കൊണ്ട് കുറച്ച് പ്രൊഡക്റ്റ് എടുപ്പിക്കുക, അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ബിസിനസ് ഓളി ഉണ്ടാക്കുക, അങ്ങനെ വരുമാനം ഉണ്ടാക്കുക, അത് മാത്രമല്ല. പക്ഷെ നമുക്ക് ഈ ഒരു കമ്പനിയെ കൂടി നല്ല രീതിയിൽ നല്ലൊരു ബീയിങ് എ ബിസിനസ് മാൻ, ബീയിങ് എ ബിസിനസ് വുമൺ എന്ന് പറയുന്നത് പോലെ നമ്മളൊരു നല്ല ബിസിനസ് മാനും ബിസിനസ് വുമണും ആയിട്ട് തീരണമെങ്കിൽ നമുക്ക് ട്രെയിനിങ്ങുകളും പ്രോഗ്രാമുകളും വളരെ അത്യാവശ്യമാണ്. അതൊക്കെ നമുക്ക് കിട്ടുന്നത് ഈ GT സെന്ററുകളിലും അതുപോലെ RTPകളിലും FSSകളിലും ഒക്കെ പങ്കെടുക്കുന്ന സമയത്താണ്. ശരിക്കും നമുക്ക് ഒരു ചാർജ്, നമ്മളെ ബോഡിയിൽ എപ്പോഴും ഒരു ചാർജ് നിലനിൽക്കണമെങ്കിൽ ഈ ബിസിനസ്സിൽ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി മറ്റുള്ളവരിലേക്ക് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ കഴിയണമെങ്കിൽ നമുക്ക് എപ്പോഴും എന്തുണ്ടാവണം, ഈ പ്രോഗ്രാമുകളിലൊക്കെ നമുക്ക് പങ്കെടുക്കാൻ സാധിക്കണം. ആ പ്രോഗ്രാമുകളിൽ കൂടി നമ്മുടെ ഉള്ളിൽ ഒരു എനർജി എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഒരു ബിസിനസ്സിൽ ഫുൾ ടൈം ആയിട്ട് ഇറങ്ങാൻ കാരണമായത് RTP ആണ് എന്ന് വേണം എനിക്ക് പറയാനായിട്ട്. നമ്മുടെ 2 ഡേ വൈത്തിരി റിസോർട്ട് ഹാളിൽ വെച്ച് നടന്ന ഒരു RTP പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ RTP പ്രോഗ്രാമിൽ നമ്മുടെ AIGയിലുള്ള ഒട്ടുമിക്ക ലീഡേഴ്സും പങ്കെടുത്തിട്ടുള്ള ഒരു RTP പ്രോഗ്രാം ആയിരുന്നു അത്. ആ RTP പ്രോഗ്രാമിൽ പങ്കെടുത്ത് നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള ഭവനേഷ് സാറ്, പ്രദീപ് സാറ് പോലുള്ള ഒരുപാട് ലീഡേഴ്സിന്റെ എക്സ്പീരിയൻസ്, അതാണ് ശരിക്കും എന്നെ അവിടെ സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത്. അവിടെ ചെന്നിരുന്ന സമയത്ത് നമ്മളെ കൊണ്ട് ഒരുപാട് എന്താ പറയാ ആക്ടിവിറ്റീസുകൾ ചെയ്യിപ്പിച്ചു. അതുപോലെ നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ തന്നു. ബെന്നി സാറൊക്കെ നല്ല രീതിയിലുള്ള സെഷനുകൾ ഒക്കെ നമുക്ക് കിട്ടി. പക്ഷെ ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത് വെറും കളി എന്നതിലുപരി നമ്മൾ അതിന് പഠിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ശരിക്കും ടീം വർക്ക് എന്താണ്, ടീം വർക്കിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാക്ടിക്കലായിട്ട് അത്തരം ആക്ടിവിറ്റീസിലൂടെ നമുക്ക് എപ്പോഴും തിയറി എഴുതിയെടുക്കുന്നതിലുപരി പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാകുമ്പോൾ നമുക്ക് വേഗം ബ്രെയിനിലേക്ക് കയറും, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അവിടെയൊക്കെ ഈ ആക്ടിവിറ്റീസ് കൂടുതലായിട്ട് നമ്മുടെ ലീഡേഴ്സ് സംഘടിപ്പിക്കുന്നത്. അപ്പം ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്ത സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ചില ആളുകളൊക്കെ വിചാരം ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്നവര് എന്തോ മന്ദബുദ്ധികളോ പൊട്ടന്മാരൊക്കെ ആയിട്ടാണ് ഇതിൽ വന്നിട്ട് ഇത് ചെയ്യുന്നത് എന്നാണ് ചിലരെ ധാരണ. എന്നാല് ഇതിൽ വരുന്നവരൊക്കെ അങ്ങനെയുള്ളവരാണോ? ഒരിക്കലുമല്ല. ഒരുപാട് മേഖലകളിൽ അവരുടേതായിട്ടുള്ള എന്താ പറയാ പ്രാഗൽഭ്യം കാണിച്ച ആളുകളാണ് ഈ ഒരു ബിസിനസ്സിൽ നിന്ന് തിളങ്ങി നിൽക്കുന്ന ഓരോ വ്യക്തികളും. അപ്പൊ അവർക്ക് നേരത്തെ ജോലി ഇല്ലാഞ്ഞിട്ടോ കൂലി ഇല്ലാഞ്ഞിട്ടോ അല്ല അവരിതിലേക്ക് കടന്നു വരുന്നത്. അപ്പം ആ ട്രെയിനിങ് സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ലീഡേഴ്സ് ഒക്കെ ഇതിൽ വന്നിട്ട് അവരെ ജോലി ഒഴിവാക്കി അവരൊക്കെ ഇതിൽ വരുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ലേ? കാരണം അവർക്ക് മുൻപ് വർക്ക് ചെയ്ത ഫീൽഡിൽ നിന്ന് എന്തെങ്കിലും എക്സ്ട്രാ ഒരു കാര്യം ഈ ഒരു ഫീൽഡിലേക്ക് വന്നതിന് ശേഷം കിട്ടുന്നുണ്ടാവില്ലേ? അതുകൊണ്ടായിരിക്കില്ലേ ശരിക്കും അവര് ഇത് ഫുൾ ടൈം ആയിട്ട് ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിലൂടെ ഇത്ര കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞു, ഇത്ര വരുമാനം കിട്ടി എന്നൊക്കെ അവര് വാതോരാതെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിക്കും അവർക്ക് അവരുടെ ജീവിതത്തിൽ ആദ്യം ചെയ്ത ജോലിയിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ ഇതിലേക്ക് വന്നതിന് ശേഷം ഉണ്ടായതുകൊണ്ടായിരിക്കില്ലേ എന്നുള്ള ഒരു ചിന്ത. ആ ഒരു ചിന്തയാണ് ശരിക്കും ഈ ഒരു ബിസിനസ്സിൽ ഫുൾ ടൈം ആയിട്ട് ഇറങ്ങാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്ന് വേണം പറയാന്. അതുകൊണ്ട് തന്നെ RTP എന്ന് പറയുന്ന വലിയൊരു ട്രെയിനിങ്
ആ ഒരു ട്രെയിനിങ് ആണ് എന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് ഫുൾ ടൈം ആയിട്ട് ഇറങ്ങാൻ പ്രേരിപ്പിച്ച ഒരു ഘടകം. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് FSSകള്, ട്രെയിനിങ്ങുകള്, അതുപോലെ തന്നെ GTS സെന്ററുകള്, ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളൊന്നും നമ്മൾ ഒഴിവാക്കാതെ നമ്മൾ കഴിയുന്നതും അത്തരം പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുക. ഇതൊക്കെ നമ്മുടെ വളർച്ചയ്ക്ക് ഈ ബിസിനസ്സിൽ നമുക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാക്കാൻ മുതൽക്കൂട്ടാവുന്ന ഘടകങ്ങളാണ് എന്ന് വേണം പറയാനായിട്ട്. ഒരു 300 രൂപ കൊടുക്കണ്ടേ, 350 രൂപ കൊടുക്കണ്ടേ, 2000 കൊടുക്കണ്ടേ, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കാതെ 2000 കൊടുത്ത് ഞാൻ അവിടെ പോകും, 350 കൊടുത്ത് ഞാൻ പോകും, കാരണം എന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നടത്തുന്ന പ്രോഗ്രാമാണ്. ഞാൻ പോയില്ലെങ്കിൽ എനിക്ക് നഷ്ടം, അല്ലാതെ വേറെ ആർക്കും ഒരു നഷ്ടവും ഉണ്ടാവില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം ഇനി എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു ജോലിയിൽ നിന്ന് ബിസിനസ് മേഖലയിലേക്ക് വന്നതിന് ശേഷം എനിക്കുണ്ടായ മാറ്റങ്ങളെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മളിങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ടായ മാറ്റങ്ങൾ അത് കേൾക്കാനാണ് ആളുകൾക്ക് കൂടുതൽ ആഗ്രഹം. ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്ന സമയത്തായാലും എനിക്ക് ഉണ്ടായിരുന്നത് പഠിക്കുക, പഠിച്ച് നല്ല ജോലി വാങ്ങുക, നമുക്കൊക്കെ സ്വപ്നം എന്ന് പറയുന്നത് ഗവൺമെന്റ് ജോലി തന്നെയായിരുന്നു. അതുപോലെ തന്നെ പെട്ടെന്നുള്ള ജോലി എന്നുള്ള ലക്ഷ്യം കൊണ്ടാണ് മെഡിക്കൽ മേഖലയിലേക്ക് ഞാൻ കടന്നു വരുന്നതും ആ ജോലിയിലേക്ക് കടക്കാൻ കാരണമാകുന്നതും ഒക്കെ തന്നെ. അങ്ങനെ ഒരു PSC ഒക്കെ എഴുതി നല്ല ഹോസ്പിറ്റലിലോ ഒക്കെ കയറണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. അല്ലെങ്കിൽ PSC എഴുതി വേറെ എന്തെങ്കിലും ഗവൺമെന്റ് ജോലി കിട്ടുക, ഇതൊക്കെയായിരുന്നു ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നത്. ജോലി എന്നുള്ളതാണ് വലിയ എന്തോ സംഭവം, ജോലിയാണ് ഈ സമൂഹത്തിൽ ഏറ്റവും വലിയ സ്റ്റാറ്റസ് ഉള്ള കാര്യം എന്ന് പറയുന്നത് ജോലി, അല്ലെ ജോലി ചെയ്യുന്നവരാണ് എന്നുള്ള ഒരു പൊട്ട ബുദ്ധിയായിരുന്നു എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ആ ജോലി മേഖലയിൽ നിന്ന് ബിസിനസ് ഫീൽഡിലേക്ക് വന്നതിന് ശേഷം ഉണ്ടായ വലിയൊരു തിരിച്ചറിവ്, ഒരിക്കലും ഒരു ബിസിനസ് മേഖലയിൽ എത്തിപ്പെടും എന്ന് കരുതിയ ആളല്ല ഞാന്. നേരത്തെ എല്ലാവരും പറയും പോലെ ഒരു പേനയോ മിഠായിയോ പോലും വിറ്റിട്ടുള്ള യാതൊരുവിധ പരിചയവും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എന്നാൽ ഇന്ന് ഞാൻ റീറ്റെയിലിങ്ങിൽ കൂടി എത്രയെത്രയോ പ്രൊഡക്റ്റുകൾ വിൽപ്പന ചെയ്യുന്നുണ്ട്. അപ്പം അത് ആ ഒരു ജോലിയിൽ നിന്ന് ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷം ഉണ്ടായ വലിയൊരു മാറ്റം തന്നെയാണെന്ന് വേണം പറയാൻ. എനിക്ക് ഉണ്ടായ ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ എന്റെ ബിഹേവിയറിലും ആറ്റിറ്റ്യൂഡിലും വന്ന മാറ്റമാണ്. അത് ഞാൻ വേറെ എവിടെ പോയാലും എനിക്ക് കിട്ടില്ലായിരുന്നു. ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് വന്നതുകൊണ്ട് മാത്രം എനിക്ക് കിട്ടിയ ഒരു മാറ്റം തന്നെയാണ്. ആ ജോലിയിൽ നിന്ന് ഞാൻ ബിസിനസ്സിലേക്ക് വന്നതുകൊണ്ടാണ് എന്റെ ആറ്റിറ്റ്യൂഡിലും ബിഹേവിയറിലും മാറ്റം ഉണ്ടായത്. ഇന്ന് ഏതൊരു മനുഷ്യന്മാരെ മുഖത്ത് നോക്കിയിട്ടും നല്ല രീതിയിൽ സംസാരിക്കാനും ഇടപഴകാനും അവരുടെ മുമ്പിൽ ഒരു കോൺഫിഡൻസോട് കൂടി നിൽക്കാനും ഒക്കെ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നതിന് ശേഷം മാത്രമാണ് എന്ന് ഞാൻ പറയും. അതോടൊപ്പം തന്നെ പലർക്കും പല രീതിയിലുള്ള സ്വഭാവങ്ങളാണ്. എനിക്ക് അതുപോലെ കുറച്ച് ദേഷ്യമുള്ള കൂട്ടത്തിലൊക്കെ ആയിരുന്നു. പെട്ടെന്ന് ദേഷ്യം വരും, അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നൊക്കെ ഒരു സ്വഭാവമായിരുന്നു. ആ സ്വഭാവത്തിലൊക്കെ കുറേയേറെ മാറ്റങ്ങൾ ഈ ഒരു കമ്പനിയിൽ വന്നതിന് ശേഷം, ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഒക്കെ തന്നെ ലഭിച്ചിട്ടുണ്ട്. ക്ഷമിക്കാനും അടങ്ങാനുമുള്ള ഒരു ശക്തി ഈ ബിസിനസ് ശരിക്കും തന്നു എന്ന് വേണം പറയാനായിട്ട്. അത് വേറെ എവിടെ നിന്നാലും കിട്ടില്ലായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. അതോടൊപ്പം ഇപ്പം നമ്മൾ പറയും പോലെ ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്. ഹെൽത്ത് ഇപ്പം ശക്തമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. വേറൊരു ജോലി മേഖലയായിരുന്നെങ്കിൽ അവിടെ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്തോ ആയാലും ഒക്കെ തന്നെ നമുക്കൊരു ലീവ് എടുക്കാനോ കാര്യങ്ങളോ ഒന്നും തന്നെ നടക്കൂല. എന്നാൽ ഈ ബിസിനസ് മേഖലയിലേക്ക് വന്നതിന് ശേഷം നമുക്ക് നമ്മളെ ബോസ് നമ്മളാണെന്ന് പറയും പോലെ തന്നെ ആ ഒരു മേഖലയിൽ നിന്ന് ഈ മേഖലയിലേക്ക് വന്നതിന് ശേഷം ഒരു ലീവ് എടുക്കുന്ന കാര്യത്തിലായാലും ആരോഗ്യപരമായ കാര്യത്തിലായാലും ഒട്ടേറെ ഇപ്പൊ ഒരു ടെൻഷനും ഇല്ല. ഒരു പനി വന്നാലും ചുമ വന്നാലും ഒക്കെ നമ്മുടെ പ്രോഡക്റ്റുകൾ ഉണ്ട്. ആ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകുന്നതിന്റെ അളവ്, എണ്ണത്തില് വലിയ രീതിയിലുള്ള കുറവ് ഉണ്ടായിട്ടുണ്ട് ശരിക്കും എന്ന് വേണം പറയാനായിട്ട്. അപ്പൊ അത് വലിയൊരു മാറ്റം തന്നെയാണ്. അതുപോലെ തന്നെ ഹാപ്പിനെസ്. ഇന്ന് ഞാൻ ശരിക്കും നല്ല ഒരു സന്തോഷ രീതിയിൽ തന്നെയാണ് ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ ലേഡീസിനെ സംബന്ധിച്ച്, ലേഡീസ് ആയാലും ജെന്റ്സ് ആയാലും നമുക്കറിയാം, എല്ലാ മനുഷ്യർക്കും അവരുടേതായ ടെൻഷനുകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും. ഞാനൊക്കെ വെറുതെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ടെൻഷൻ അടിക്കുന്ന ഒരാളാണ്. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയ്യോ അവരെന്താ എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു, എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞു, ഇങ്ങനെ വെറുതെ അനാവശ്യമായ ചിന്തകൾ തലയിൽ വാരി കയറ്റി പിന്നെ അതിനെ ചൊല്ലി ടെൻഷൻ അടിക്കുന്ന ഒരു സ്വഭാവം. അല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ കുടുംബത്തിലായാലും സമൂഹത്തിലായാലും നമ്മളെ കുറിച്ച് പോസിറ്റീവ് പറയുന്നവരാരും ഉണ്ടാവില്ല. എപ്പോഴും ആളുകൾ നമ്മളെ നെഗറ്റീവിലേക്കാണ് നോക്കുക. ആ നെഗറ്റീവുകൾ ഊന്നി പറയുന്ന സമയത്ത് നമ്മളെ മെന്റലി അവർ
ഡിപ്രസ്ഡ് ആക്കാനാണ് നോക്കുക. ആ മെന്റലി ഡിപ്രഷനുകളൊക്കെ കുറച്ചുകൊണ്ടും അതൊന്നുമില്ലാതെ അതൊന്നും നെവർ മൈൻഡ് ആക്കി വിട്ടുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള ഒരു ശക്തി കിട്ടി തുടങ്ങിയത് ശരിക്കും ഈ ഒരു ബിസിനസ്സിൽ വന്നതിന് ശേഷമാണ് എന്ന് വേണം ശരിക്കും പറയാനായിട്ട്. ഈ ബിസിനസ്സിൽ വന്നാലുള്ള ഒരു ഗുണം, പോസിറ്റീവ് അല്ലാതെ ഒരാളുകളും നമ്മളെ കുറിച്ച് ഒരു നെഗറ്റീവ് പറയില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത്. ഈ പോസിറ്റീവ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന ഒരു എനർജി എന്ന് പറയുന്നത് അത് വളരെ വലുത് തന്നെയാണ് എന്ന് വേണം പറയാനായിട്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു ഹാപ്പിനെസ് ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും മൈ ലൈഫ് സ്റ്റൈൽ വന്നതിന് ശേഷമാണ് എൻ്റെ ഓരോരോ പരമായിട്ടുള്ള ബിസിനസ് മേഖലയല്ലാതെ തന്നെ പല രീതിയിലുള്ള കഴിവുകളെയും കൂടുതൽ എനിക്ക് പരിപോഷിപ്പിക്കാനും ആളുകളിലേക്ക് കാണിക്കാനും എത്തിക്കാനും ഒക്കെ സാധിച്ചത്. നമുക്ക് ഓരോ സാഹചര്യങ്ങൾ ഇല്ലാതിരുന്ന സമയത്ത് കൂടിയും ഇപ്പൊ നമുക്ക് അത്തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ട്. ഇത് ഇതിലേക്ക് വന്നതിന് ശേഷം മാത്രം കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് വെൽത്ത്. നമുക്ക് ഒരു 10 രൂപയ്ക്ക് പോലും ഒരാളെ മുമ്പിൽ യാചിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ ഇന്ന് വരുന്നില്ല. ശരിക്കും ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷം റീറ്റെയിലിൽ കൂടി തന്നെ നല്ല വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ മറ്റൊരു വരുമാനമായ സെയിൽസ് ടേൺ ഓവർ ബോണസ്, ഇതായാലും ഒക്കെ തന്നെ നമുക്ക് നേടിയെടുക്കാനും അതുപോലെ ഒരുപാട് ഇൻകം നമ്മളെ കമ്പനി നമുക്ക് തരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ചെറിയ രീതിയിലായാലും വാങ്ങിയെടുക്കാനായിട്ട് ഇന്ന് സാധിക്കുന്നുണ്ട്. ഒരാളെ മുമ്പിലും കൈ നീട്ടി നിൽക്കാതെ, യാചിച്ച് നിൽക്കാതെ, ഒരാളെ കീഴിലും നിൽക്കാതെ നമ്മുടെ വ്യക്തിത്വത്തെ പൂർണ്ണമായിട്ട് നമുക്ക് കാണിക്കാനും പ്രകടിപ്പിക്കാനും അതോടൊപ്പം നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് വന്നതിന് ശേഷം. ശരിക്കും ദൈവത്തിന്റെ വലിയൊരു ശക്തി ഈ ഒരു ബിസിനസ്സിലും ഈ ഒരു കമ്പനീന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് വലിയ സത്യമാണ്. കാരണം ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങളിൽ കൂടി തന്നെയാണ് ഈശ്വരൻ നമ്മെ ഇതിന്റെ ഓരോ ചവിട്ടുപടികളും നമ്മളെ കടത്തി കൊണ്ടുപോകുന്നത്. ശരിക്കും ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ബ്രാൻഡ് ന്യൂ ഏരിയ ടീം കോർഡിനേറ്റർ എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പം ആ റാങ്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കടമ്പകൾ ചവിട്ടി, എല്ലാവരും അങ്ങനെ തന്നെയാണ്, ഓരോ കടമ്പകൾ ചവിട്ടി ഓരോ പ്രയാസങ്ങൾ അനുഭവിച്ച് ഓരോന്നിലും നമ്മളെ ചില സമയത്ത് നമുക്ക് വിട്ടുപോകണമെന്നുള്ള ടെൻഡൻസി വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും പിന്നെ നമ്മളെ വിടിയിപ്പിക്കാതെ നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി ഈശ്വരൻ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അടുത്ത സ്റ്റെപ്പ് നമ്മൾ കടക്കുക എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ സ്റ്റെപ്പുകളൊക്കെ കടന്നുകൊണ്ട് ഇന്ന് ആ ഒരു റാങ്കിലേക്ക് എത്തിച്ചേരാനായിട്ട് എനിക്ക് സാധിച്ചു. അതിലെനിക്ക് വളരെ വലിയ സന്തോഷം ഉണ്ട്. അതിനെന്നെ സഹായിച്ചിട്ടുള്ള എൻ്റെ ലീഡേഴ്സ്, അതുപോലെ എൻ്റെ അസോസിയേറ്റ്, ഇവർക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ശരിക്കും നമ്മൾ ചെയ്യുന്ന ഈ ഒരു തൊഴിൽ, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിങ്ങിന്റെ സാധ്യത എന്ന് പറയുന്നത് ഇന്നത്തെ സമൂഹത്തിൽ അതിന് എത്രത്തോളം സാധ്യത ഉണ്ട് എന്നുള്ളത് കൂടി ഒന്ന് പറയണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇന്ന് ഒരുപാട് ആളുകൾ, നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിലായാലും ഒരുപാട് ആളുകൾ പഠിച്ച് ഒരുപാട് ഗ്രാജുവേഷനും കാര്യങ്ങളൊക്കെ എടുത്ത് ജോലി ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരം ഒരു കാലഘട്ടത്തില് നമ്മുടെ ഈ ഒരു ബിസിനസ്സിന് എത്രത്തോളം സാധ്യത ശരിക്കുമുണ്ട്. ഒരുപാട് ആളുകൾ ജോലി ചെയ്ത് പഠിച്ച് കുറെ ഡിഗ്രി കാര്യങ്ങളൊക്കെ വാങ്ങി വെറുതെ വീട്ടിലിരിക്കുകയാണ്. ആർക്കും ഇന്ന് ശരിക്കും നമ്മൾ പുറമേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ ജോലികളുണ്ട്, കൂലിപ്പണി മേഖലയിലായാലും ഒരുപാട് ജോലികളുണ്ട്. പക്ഷെ ഇവരാരും എന്ത് ചെയ്യില്ല, അത്തരത്തിലുള്ള പണികളിലേക്ക് പോകില്ല. അതൊക്കെ വളരെ മോശമാണ്. ജോലിയാണ് വലിയ കാര്യം. ജോലി കിട്ടി, ഞാൻ പഠിച്ച് അതിൽ ജോലി കിട്ടി വലിയ രീതിയിലെത്തി, അതാണ് വലുത് എന്ന് കരുതി കഴിയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റികൾ നമ്മളെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അതെന്തുകൊണ്ട് ആളുകൾ ശരിക്കും സ്വീകരിക്കുന്നില്ല? ഒരു എന്താ പറയാ, വരുമാനവും ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്തെങ്കിലും ഒരു പണി കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് PSC പോലെ എത്ര ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും PSC ഒക്കെ എഴുതുന്നത്. അതിൽ എത്ര ആളുകൾക്കാണ് ശരിക്കും ജോലി കിട്ടുന്നത്? എല്ലാവർക്കും ജോലി കിട്ടുന്നുണ്ടോ? ഇല്ല. എന്നിട്ടും പിന്നീട് വീണ്ടും അതിനു വേണ്ടിയിട്ട് പലരും ശ്രമിക്കുകയും ആ PSC എന്ന് പറയുന്ന ജോലിക്ക് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നു. നമ്മളെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് വളരെ എണ്ണപ്പെട്ടിട്ടുള്ള ജീവിതം. നമുക്കൊന്നും അറിയില്ല നമ്മളെ ആയുസ് എത്രത്തോളം കാലമുണ്ട്, നമ്മളെ മരണം എത്രത്തോളം ഉണ്ട് എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ അതുവരെ നമ്മൾ PSC കിട്ടും എന്ന് കരുതി നമുക്ക് ചിലപ്പം കിട്ടിക്കോളണമെന്നുണ്ടോ? ഇല്ല. അങ്ങനെയുള്ള അവസരത്തിൽ ഇത്തരത്തിലുള്ള മഹത്തരമായ ഒരു ഓപ്പർച്യൂണിറ്റി ഒരാളുകളെ പറ്റിക്കുകയോ ഒരാളുകളെ ചതിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നല്ല മാന്യമായ ഉൽപ്പന്നങ്ങൾ, നല്ല കമ്പനി, ഇന്ത്യൻ കമ്പനി തന്നെ, ഇത്രയും 12 വർഷമായിട്ട് ഇന്ത്യയിൽ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി, ഇത്രയും നല്ലൊരു കമ്പനി, നല്ല സയന്റിസ്റ്റ് വിങ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, നല്ല ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് അടങ്ങിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ ക്വാളിറ്റിയും അടങ്ങിയിട്ടുള്ള ഉൽപ്പന്നങ്ങളും കമ്പനിയും എന്തുകൊണ്ട് ആളുകൾക്ക് ഇതിലേക്ക് വന്നുകൂടാ, അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നുകൂടാ എന്ന്
നമുക്ക് എന്തുകൊണ്ട് ഇത്തരം ഈ ഒരു ഓപ്പർച്യൂണിറ്റി പല ആളുകളിലേക്ക് എത്തിച്ചുകൂടാ? ജോലി ഒക്കെ നോക്കിക്കുന്ന ആളുകളുണ്ട്. ശരിക്കും ഫസ്റ്റ് തുടക്കത്തില് മോണിമീറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഉമ്മർ ഉസ്താദ് പ്ലേ ചെയ്ത ഒരു ഓഡിയോ ഉണ്ട്. അതിൽ ഞാൻ കേട്ട ഒരു കാര്യം, പിന്നെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആളുകളെ സ്വതവേ ആളുകൾ നോക്കിക്കാണുന്നത് എന്തോ ഒരു മോശം ജോലി എന്നുള്ള രീതിയിലാണ് എന്ന്. അപ്പം അതിനിപ്പം ചെറിയ രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഓഡിയോയിൽ ഞാൻ കേട്ട ഒരു കാര്യം. അപ്പൊ അത് സത്യമാണ്. കാരണം ആദ്യം ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് മണി ചെയിൻ ആണ്, അല്ലെങ്കിൽ ആളെ പിടിക്കുന്ന എന്തോ പരിപാടിയാണ് എന്നുള്ള ഒരു ധാരണയായിരുന്നു പൊതുസമൂഹത്തിന് മുമ്പിൽ. എന്നാൽ ഇന്ന് നമ്മളെ ഈ ഒരു മേഖലയിൽ നിയമനിർമ്മാണം വന്നതോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ഒട്ടേറെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ആവാൻ തുടങ്ങിയതിനു ശേഷം ആളുകൾക്ക് ശരിക്കും ഒരു തിരിച്ചറിവ് വന്നു തുടങ്ങിയിട്ടുണ്ട്, നല്ലൊരു മേഖലയാണ്, നല്ലൊരു ഫീൽഡാണ് എന്നുള്ളത്. അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണം എന്ന് പറയുന്നത്, നമുക്കറിയാം ആദ്യമൊക്കെ തുടക്കത്തില് പിന്നെ ഈ GT സെന്ററുകളിലൊക്കെ തന്നെ ആളുകളെ എണ്ണം കുറവായിരുന്നെങ്കിൽ ഒരു 50 എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ നമ്മൾ നളന്തയിലായാലും താമരശ്ശേരി ആയാലും വേറെ ഏത് GT സെന്റർ ആയാലും അവിടെയൊക്കെ പോകുന്ന സമയത്ത് ഈ GT സെന്ററിലുള്ള ആളുകളുടെ എണ്ണം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അത് ആളുകളുടെ ആ ഒരു ചിന്താഗതിയിൽ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ വലിയൊരു ഉദാഹരണമാണ്. ആളുകൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത്, വർദ്ധിച്ചിട്ടുള്ളത് അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് എന്ന് വേണം പറയാനായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ജോലി മാത്രം നോക്കി നിൽക്കാതെ ഈ ഒരു എന്താ പറയാ ഓപ്പർച്യൂണിറ്റി നമുക്ക് ഒരുപാട് ആളുകളിലേക്കും ഒരുപാട് കുടുംബങ്ങളിലേക്കും എത്തിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു പുണ്യം തന്നെയാണ്. ശരിക്കും ആ ഓഡിയോയിൽ തന്നെ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. ഈ ഉൽപ്പന്നങ്ങൾ കാരണം, നമ്മൾ കൊടുക്കുന്ന ഉൽപ്പന്നങ്ങൾ കാരണം ഏതെങ്കിലും ഒരു വ്യക്തിക്കെങ്കിലും രോഗം മാറിക്കഴിഞ്ഞാൽ ആ വ്യക്തി ഉള്ളിൽ പറയുന്ന ഒരു കാര്യം, അയ്യോ അല്ലെങ്കിൽ ദൈവമേ അവരെ പ്രൊഡക്റ്റ് അവരിത് കൊണ്ടു തന്നത് കൊണ്ടാണല്ലോ എന്റെ രോഗം മാറിയത് എന്നുള്ള അവരൊരു ആ പ്രാർത്ഥന, ശരിക്കും അത് മാത്രം മതി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാനും രക്ഷപ്പെടാനും ഒക്കെ തന്നെ. അത്തരത്തിലുള്ള നല്ലൊരു മേഖലയിലാണ് ശരിക്കും നമ്മൾ ഓരോരുത്തരും എത്തിപ്പെട്ടിട്ടുള്ളത് എന്ന് വേണം പറയാനായിട്ട്. നല്ലൊരു കമ്പനി, നല്ല ലീഡേഴ്സ്, നല്ല പ്രോഡക്റ്റുകൾ, ഒരിക്കലും നമ്മൾ മടിച്ചു നിൽക്കാതെ നമ്മൾ ആരും എല്ലാം തികഞ്ഞ ആളുകളൊന്നുമല്ല. നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള കുറ്റങ്ങളും കുറവുകളും എല്ലാം ഉണ്ട്. എങ്കിൽ കൂടിയും അതെല്ലാം നമ്മൾ മാറ്റാൻ തയ്യാറായി അതിനെ തിരിച്ചറിഞ്ഞ് എപ്പോ നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങുന്ന ആ തിരിച്ചറിവ് നമുക്ക് വരുന്ന സമയത്താണ് ശരിക്കും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കുക. അപ്പം ഇത്തരത്തിലുള്ള ഈ പ്രൊഡക്റ്റുകളും എല്ലാം നമുക്ക് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാനും ഒരുപാട് കുടുംബങ്ങളിലേക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനും സാധിച്ചാൽ നമുക്ക് ശരിക്കും ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കാനായിട്ട് സാധിക്കും. ഈ ലേഡീസിനെ ഇപ്പൊ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട്. പല ലേഡീസും ചില വീടുകളിൽ ഒതുങ്ങി പോകുന്നവരുണ്ട്. അവരുടെ കഴിവുകളായാലും എല്ലാം അവര് ഒരു വീടിനുള്ളിൽ അല്ലെങ്കിൽ ഒരു അടുക്കളയിനുള്ളിൽ മാത്രം ഒതുങ്ങിക്കഴിഞ്ഞ് ജീവിക്കുന്നവരുണ്ട്. ഒരു 10 രൂപയ്ക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ മുമ്പിൽ കേണു നിൽക്കേണ്ട ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് എന്തുകൊണ്ടും മടിക്കാതെ എത്തിക്കാൻ കഴിയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണിത്. എന്തായാലും എൻ്റെ ഈ ഒരു ഇത്രയും നേരമുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഉപകാരമായിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിലും വലിയ സന്തോഷം വേറെ ഇല്ല എന്ന് വേണം പറയാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ക്ലാസ് എടുക്കാനോ ട്രെയിനിങ് എടുക്കാനോ ഒന്നും ഞാൻ വലിയ ആളൊന്നുമല്ല. എങ്കിൽ കൂടി എനിക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷം ഇപ്പം 27 വയസ്സായി. ഈ ഒരു പ്രായ കാലഘട്ടത്തിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ എന്ന് പറയുന്നത് അത് വളരെ വലുതാണ്. ഒരു എൻ്റെ വയസ്സിന് ഇരട്ടി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ കൂടി, പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഒക്കെ എൻ്റെ ജീവിതത്തിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. അപ്പം ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷം ഒരുപാട് നല്ല കാര്യങ്ങളും നല്ല മാറ്റങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമാണ് ഞാൻ ഇന്ന് ഈ കുറഞ്ഞ സമയം ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഷെയർ ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്താൻ, അല്ലെ ബിസിനസ്സിലേക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ അതിലും വലിയ സന്തോഷം എനിക്ക് വേറെ ഇല്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. അതുകൊണ്ട് തന്നെ എന്നെ ഇത്രയും നേരം ശ്രമിച്ച് ഇരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ നന്ദി പറയാണ്.